ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ചാവറയച്ചനും കുട്ടികളും എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചാവറയച്ചൻ അടുത്തറിയുന്നവരെയൊക്കെ വിസ്മയിപ്പിക്കുന്ന, അതിശയിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കുട്ടികൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. ചാവറയച്ചൻ്റെ മറ്റൊരു വിസ്മയ ലോകത്തേക്ക്, നാടക ലോകത്തേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ചാവറയച്ചൻ കൈവയ്ക്കാത്ത മേഖലകളില്ല. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ ചാവറ പിതാവ് തയ്യാറാക്കിയിരിക്കുന്ന ഇടയ നാടകങ്ങളെക്കുറിച്ച് പറയാനാണ്. 1855-56 കാലഘട്ടത്തിൽ രചിച്ചതായിട്ടുള്ള ഇടയ നാടകങ്ങൾ, ആ ഇടയ നാടകങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എക്ലോഗ് എന്നുള്ള പേരിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം, ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ഒരു കാര്യത്തെ മലയാളത്തിലേക്ക് സ്വീകരിച്ച് ഇത് ആധ്യാത്മികമായിട്ട് പ്രാർത്ഥനാപൂർവം വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരാനായിട്ട് ഉതകുന്ന രീതിയിൽ, പ്രത്യേകിച്ച് സെമിനാരികളിലൊക്കെ പഠിക്കുന്ന ശമാശന്മാർക്ക് ഒക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട്, അതിൽ ആഴപ്പെടാനായിട്ട്, താല്പര്യമുണ്ടാക്കാനായിട്ട് ഉതകുന്ന രീതിയിലാണ് വിശുദ്ധ ചാവറ പിതാവ് ഇത് ക്രോഡീകരിച്ചിരിക്കുന്നത്. നേരത്തെ കവിതകളിലുള്ളതുപോലെയൊക്കെ തന്നെ പലപ്പോഴും ഇതിനകത്തുള്ള ഡയലോഗുകൾ ഒട്ടുമിക്കതൊക്കെ പദ്യരൂപങ്ങളിലാണ്. കേക തുടങ്ങിയ വൃത്തങ്ങളൊക്കെ ഇതിനകത്തും ചാവറ പിതാവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് അനേകം ശമാശന്മാർക്ക് നാടകത്തിലൂടെ ഈശോയുടെ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ അറിയാനായിട്ട് ഉപകരിച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചില ഇടയ നാടകങ്ങളാണ് ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ശാസ്ത്രികളുടെ എക്കലോഗ്. എന്താണ് ഒന്നാമതായിട്ടുള്ളത്? ഈ ശാസ്ത്രികൾ ഈശോയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇടയ നാടകമാണത്. അപ്പം അതിനകത്ത് പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്: ഈശോയുടെ ജനനത്തെക്കുറിച്ച് പ്രവാചകന്മാരിലൂടെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലെങ്കിൽ ദരിദ്രനായിട്ട് ഒരാളൊരു പുൽക്കൂട്ടിൽ ജനിക്കണതൊന്നും ഒരു സംഭവമായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാൽ നല്ല ദൈവം തൻ്റെ ജനനം മുൻകൂട്ടി പ്രവാചകന്മാരിലൂടെയൊക്കെ അറിയിച്ചത് കൊണ്ട് നമുക്കത് സ്വീകരിക്കാനായിട്ട് പറ്റി. എൻ്റെ ഈശോയെ, ഈ ഒരു കാഴ്ചപ്പാട് എനിക്ക് നൽകിയതിന് നന്ദി. ഇങ്ങനെ ദൈവത്തോട് അടുക്കാനായിട്ട് സഹായിക്കുന്ന രീതിയിലാണ് ഈ ഇടയ നാടകങ്ങൾ. വലിയ നാടകങ്ങളല്ല, ചെറിയ നാടകങ്ങൾ, അത് ഇടയ നാടകങ്ങൾ. ഈശോയെ കൂടുതൽ അറിയാനും അനുഭവിക്കാനും സ്നേഹിക്കാനും ഉതകുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ശാസ്ത്രികളുടെ ഇടയ നാടകമാണെങ്കിൽ, രണ്ടാമത്തേത് അത് അവിശ്വാസികളുടെ എക്കലോഗാണ്. അവിശ്വാസിയായിട്ടുള്ള ആളുകൾ, അവർ ഈ നാടകത്തിൻ്റെ ഉള്ളടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, അവർ ദൈവത്തെ അവസാനം മനസ്സിലാക്കുന്ന തിരിച്ചറിവിലേക്ക്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതല്ല നമ്മുടെ ജീവിതമെന്നും നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനം ദൈവമാണെന്നുള്ള ബോധ്യം നമുക്ക് നൽകത്തക്ക രീതിയിൽ ശാസ്ത്രമുണ്ട് എന്നുള്ളത് ശരി. എന്നിരുന്നാലും ദൈവത്തെ അറിയുന്നതിന് ഈ കാര്യങ്ങളൊന്നും തടസ്സമല്ല. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കാതെ ദൈവത്തെ കൂടുതൽ ആഴത്തിൽ അറിയാനും മനസ്സിലാക്കാനൊക്കെ ഉതകുന്ന ഒരു നാടകമാണ് ഈ അവിശ്വാസികളുടെ എക്കലോഗ് എന്നുള്ളത്. അപ്പോൾ പലതരം നാടകങ്ങളിലൂടെ നമ്മളെ ഈശോയുടെ ജനനം, അതുപോലെ തന്നെ ഈശോയുടെ ജീവിതം, ഇതൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് ഈ നാടകങ്ങൾ. മൂന്നാമത് ഉള്ള നാടകം പിറവി അറിയിപ്പാണ്, ഇടയന്മാരുടെ സല്ലാപം. നമുക്കറിയാവുന്നതുപോലെ ഇടയന്മാർ പരസ്പരം പറയുകയും അവർ കേൾക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നാടക രൂപത്തിൽ അവതരിപ്പിച്ച് ഈശോയുടെ ജനനം അത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഈ നാടകം ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി വിശ്വാസം, ശരണം, സ്നേഹം, ഈ 3 പുണ്യങ്ങൾ തമ്മിലുള്ള സംഭാഷണം മറ്റൊരു ഇടയ നാടകത്തിൻ്റെ തീമായിട്ടെടുത്തിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസവും ശരണവും സ്നേഹവും തമ്മിൽ സംഭാഷണം നടത്തുകയും ഈ 3 സുഹൃതങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് ഉണ്ടാകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ്. കുഞ്ഞു പൈതങ്ങളുടെ എക്കലോഗുണ്ട്. അപ്പോൾ ഇതും ഈശോയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയ നാടകങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് പറ്റുന്ന രീതിയിൽ
ഈശോയുടെ ജനനവും ഈശോയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉതകുന്ന രീതിയിലാണ് വിശുദ്ധ ചാവറ പിതാവ് എഴുതിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സാധിക്കാവുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും ഈശോയെ പരിചയപ്പെടുത്തുക. അത് കഥയായിക്കോട്ടെ, അത് കവിതയായിക്കോട്ടെ, അത് നാടകമായിക്കോട്ടെ, തനിക്കറിയാവുന്നതും കേൾവില്ലാത്ത എവിടെ നിന്നെങ്കിലും കിട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക്, എൻ്റെ ഈശോയെ എനിക്ക് സ്നേഹിക്കണം, എനിക്ക് സ്നേഹിപ്പിക്കണം. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരെ ഈശോയെ സ്നേഹിക്കാനായിട്ട് ഉതകുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരാളാണ് വിശുദ്ധ ചാവറ പിതാവ്. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖല കൂടിയിട്ട് വിശുദ്ധ ചാവറ പിതാവ് സ്വന്തമാക്കിയിരിക്കുകയാണ്. നാടകത്തിൻ്റെ ഒരു മേഖല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? 1855, 1900 അല്ല, 1855, 56 വർഷങ്ങൾ, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യങ്ങളാണ്. കേരളത്തിലും ഭാരതത്തിലൊക്കെ നാടകങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ വളരെ പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ളൊരു നാടകം, എഴുതിയിരിക്കുന്നൊരു നാടകം അത് അവതരിപ്പിക്കാനൊക്കെ ചാവറയച്ചൻ മുൻകൈയെടുത്തു. എന്ത് വില കൊടുത്തും ദൈവത്തെ, ഈശോയെ മറ്റുള്ളവർക്ക് മുൻപിൽ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ വിശുദ്ധ ചാവറ പിതാവ് കളഞ്ഞില്ല എന്ന് മാത്രമല്ല, ഉണ്ടാക്കിയെടുത്തു. നമുക്കും അങ്ങനെ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാം.